ഹായ് ഹലോ വെൽക്കം ടു റിംസ് ടോക്ക് സിനിമാസ്. നിതീഷ് സഹദേവന്റെ സംവിധാനത്തിൽ 2023 റിലീസായ ഫാലിമി എന്ന മലയാളം കോമഡി സിനിമയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നായകൻ അനൂപ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഹിന്ദി സീരിയലുകൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനമാണ് അനൂപിനുള്ളത്. കല്യാണപ്രായമായ അനൂപ് 15 പെണ്ണുകാണൽ ചടങ്ങ് നടത്തിയിട്ടും ഒന്നും ശരിയായില്ല. അങ്ങനെയിരിക്കെ 16ാമത് കണ്ട പെണ്ണുമായി കല്യാണം ഉറപ്പിക്കുന്നു. നിർഭാഗ്യവശാൽ ആ കല്യാണം മുടങ്ങുന്നു. കല്യാണം മുടങ്ങിയ അനൂപ് ഫാമിലിയെയും കൂട്ടി കാശിക്ക് യാത്ര പോകുന്നു. പിന്നീട് നടന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സിനിമയിലേക്ക് കടക്കട്ടെ. സിനിമയുടെ തുടക്കത്തിൽ ബാഗുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാശിക്ക് ടിക്കറ്റ് എടുക്കുന്ന ജനാർദ്ദനൻ എന്ന വൃദ്ധനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കാശിക്ക് പോകണമെന്നത് വലിയ ആഗ്രഹമാണ്. ആരും കാണാതെ വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം പക്ഷേ കൊച്ചുമകൻ അഭിയുടെ മുമ്പിൽ ചെന്നുപെടുന്നു. അഭി അയാളെ കൂട്ടി ഓട്ടോയിൽ കയറ്റി അമ്മ രമ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അമ്മയ്ക്ക് ഒരു പ്രസ്സിലാണ് ജോലി. അപ്പൂപ്പൻ ഇതുപോലെ ആരും കാണാതെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴെല്ലാം അഭി പിന്നാലെ ചെന്ന് പിടിച്ചുകൊണ്ടുവരും. എന്നിട്ട് ഓട്ടോ ചാർജ് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ചേട്ടൻ അനൂപിൻ്റെ അടുത്ത് ചെന്ന് അപ്പൂപ്പനെ കൊണ്ടുപോകാനുള്ള ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞ് അനൂപിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങും. വീട്ടിലെത്തിയാൽ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ച് വാങ്ങി ഓട്ടോക്കാരന് കൊടുക്കും. ഇതാണ് പതിവ്. അനൂപിൻ്റെയും അഭിയുടെയും അച്ഛൻ ചന്ദ്രന് പ്രസ് നടത്തുകയായിരുന്നു. ഇപ്പോൾ പ്രസ്സൊക്കെ അടച്ചുപൂട്ടി വീട്ടിൽ ടിവിയും കണ്ടിരിപ്പാണ്. വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ കള്ളു കുടിക്കാൻ മാത്രമാണ് പ്രസ് തുറക്കുന്നത് തന്നെ. അനൂപ് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു. അഭി പരീക്ഷ എഴുതി UK-യിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ 2 തവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സായില്ലെങ്കിലും അവൻ ശ്രമം തുടരുകയാണ്. കൂട്ടുകാരുടെ കൂടെ അടിച്ചുപൊളിച്ചു നടക്കുകയാണ് അവൻ. വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റിയൊന്നും അവൻ ചിന്തിക്കാറേയില്ല. അപ്പൂപ്പൻ വെറുതെ ഇരിക്കുന്ന നേരത്ത് ചെറിയ ചെറിയ കമ്പികൾ കൊണ്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അടുത്ത വീട്ടിലെ രവിമാമൻ അപ്പൂപ്പൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നടക്കാൻ കഴിയില്ല. ഫുൾ ടൈം വീൽചെയറിൽ ഇരിക്കുന്ന അദ്ദേഹം ഇത്തവണയും കാശിക്ക് പോക്ക് മുടങ്ങിയതിൽ അപ്പൂപ്പനെ കളിയാക്കുന്നു. അനൂപ് അച്ഛനുമായി അത്ര രസചർച്ചയിലല്ല. അച്ഛൻ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നത് അവൻ ഇഷ്ടമല്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട് താനും. ഒരു ദിവസം സഹകരണ ബാങ്കിലേക്ക് അനൂപിനെയും ഫാമിലിയെയും വിളിപ്പിക്കുന്നു. ബാങ്കിൽ നിന്നും എടുത്ത ലോൺ എത്രയും വേഗം അടച്ചു തീർക്കണമെന്ന് പറയാനായിരുന്നു അത്. പ്രസ് വിറ്റ് എത്രയും വേഗം ലോൺ അടക്കണമെന്ന് മാനേജർ പറയുന്നു. അടുത്ത ദിവസം അനൂപിൻ്റെ മാമി വീട്ടിലേക്ക് വരുന്നു. 3 മാസം മുമ്പ് മാമിയുടെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയെ അനൂപിന് വേണ്ടി ആലോചിച്ചിരുന്നു. എന്നാൽ അന്ന് അവർ മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവർക്ക് കല്യാണം നടത്താൻ താല്പര്യമുണ്ട്. നമുക്ക് അതങ്ങ് നടത്തിയാലോ എന്നാണ് മാമി ചോദിക്കുന്നത്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ അവർ താല്പര്യം പ്രകടിപ്പിച്ചത്. അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇത്ര നാളും മറുപടി പറയാഞ്ഞത്. മാത്രമല്ല പെൺകുട്ടിക്ക് അനൂപ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അത് കണ്ടിട്ടും അവൾ റിപ്ലൈ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അനൂപിന് അത്ര താല്പര്യം തോന്നിയില്ല. അനഘ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവൾ ടീച്ചറാണ്. ഡിഗ്രി പോലുമില്ലാത്ത നിനക്ക് BEdകാരിയായ പെൺകുട്ടിയെ കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ് എന്ന് അച്ഛൻ അനൂപിനോട് പറയുന്നു. നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് മാമി പോകുന്നു. ഇത്രയധികം പെണ്ണു കണ്ടിട്ടും ഒന്നുപോലും സെറ്റാവാത്തത് ചേട്ടൻ ഹോമോസെക്ഷൽ ആയതുകൊണ്ടാണോ എന്നും മറ്റും അഭി ചോദിക്കുന്നു. ഒരു ദിവസം അനഘ അനൂപിനെ വിളിച്ച് അന്ന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞത്. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. അന്ന് റിപ്ലൈ തരാത്തതിന് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറയുന്നു. അതോടെ അനൂപിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമെല്ലാം പോകുന്നു. അങ്ങനെ അവർ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും അടുക്കുന്നു. ഒരു ദിവസം സ്കൂളിൽ ചെന്ന് അനൂപ് അനഘയെ കാണുന്നു. മാമി പറഞ്ഞ കല്യാണം നടത്തിയാലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അനൂപ് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്, ഇതും നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് അവൻ പറയുന്നു. അങ്ങനെ കല്യാണം തീരുമാനിക്കപ്പെട്ടു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കല്യാണ ഒരുക്കങ്ങൾ നടത്തുന്നു. വീട് വൃത്തിയാക്കാനായി രമ ഒരു ഹിന്ദിക്കാരനെ അയക്കുന്നു. എന്നിട്ട് ചന്ദ്രനെ വിളിച്ച് ഹിന്ദിക്കാരൻ വീട് വൃത്തിയാക്കുമെന്നും അയാൾക്ക് കൊടുക്കാനുള്ള പണം ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ടെന്നും പറയുന്നു. ചന്ദ്രൻ ഹിന്ദിക്കാരനെ പറഞ്ഞു വിട്ട് കൂട്ടുകാരനുമൊത്ത് വീട് വൃത്തിയാക്കുന്നു. ആ പണം കൊണ്ട് കള്ളു കുടിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരാൾ അനൂപിനെ ശ്രദ്ധിക്കുന്ന കാര്യം അനൂപ് മനസ്സിലാക്കിയത്. എന്നാൽ അയാളെ അനൂപ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ പലപ്പോഴും അനൂപിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അനൂപിൻ്റെ പിന്നാലെ പോയ അവനെ ഒരു വണ്ടി ഇടിക്കുന്നു. അനൂപിൻ്റെ വിവാഹ നിശ്ചയം നടക്കുന്നു. ആ സമയത്ത് വണ്ടി ഇടിച്ചയാൾ അവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നു. കഴിഞ്ഞ 5 മാസമായി അവൾ എന്നെ സ്നേഹിക്കുന്നു. മറ്റൊരാളെ കല്യാണം കഴിക്കാൻ അവളെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. അഭി അയാളെ കസേര കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു. സംഭവം പോലീസ് കേസായി.
അവനൊരു വല്ലാത്തയാളാണ്. അവൻ്റെ ചങ്ങാതിമാർ നിന്നോട് പകരം ചോദിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടുമെല്ലാം നിൽക്കണമെന്ന് പോലീസ് അഭിയോട് പറയുന്നു. നിശ്ചയം മുടങ്ങിയതിൽ അനൂപിന് വല്ലാത്ത വിഷമമാവുന്നു. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും കളിയാക്കലും കാരണം അവന് ജോലിയിൽ പോലും ശ്രദ്ധിക്കാനാവുന്നില്ല. അനഘയുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്യുന്നു. ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനാൽ അനഘ അനൂപിനെ കാണാൻ വരുന്നു. അവൻ 5 മാസമായി എന്നെ ശല്യം ചെയ്യുകയാണ്. എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ നിങ്ങൾ. ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുത്തില്ലല്ലോ എന്നെല്ലാം അവൾ പറയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നടന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു കളയുമായിരുന്നില്ലേ എന്ന് ചോദിച്ച് അവൾക്ക് അനൂപ് ഇട്ടുകൊടുത്ത മോതിരം ഊരി അവിടെ വച്ചിട്ട് അവൾ തിരിച്ചു പോകുന്നു. അനൂപിനാണെങ്കിൽ സങ്കടം കൂടിക്കൂടി വന്നു. ഇതിനിടയിൽ അപ്പൂപ്പൻ വീണ്ടും കാശിക്ക് പോകാൻ ഇറങ്ങി. ഇത്തവണ ചാക്കോ അപ്പൂപ്പനെ തിരിച്ച് വീട്ടിലെത്തിക്കുന്നു. അത് കണ്ട അനൂപ് അപ്പൂപ്പനെയും കൊണ്ട് കാശിക്ക് പോകാൻ തീരുമാനിക്കുന്നു. ചെറുപ്പം മുതലേ ഇവിടുള്ളവർ ആരുടെയും ഒരാഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടില്ല എന്നവൻ പറയുന്നു. ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക് വരാം എന്നും അവൻ പറയുന്നു. അപ്പൂപ്പന് സന്തോഷമാവുന്നു. രമ ചന്ദ്രനെയും അവരുടെ കൂടെ പോകാനായി നിർബന്ധിക്കുന്നു. അയാൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നു. കല്യാണം മുടക്കാൻ വന്നയാളിൻ്റെ ചങ്ങാതിമാർ അഭിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവൻ ഒരു വിധത്തിൽ ഓടി വീട്ടിൽ കയറുന്നു. ഇനി നാട്ടിൽ നിന്നാൽ ശരിയാവില്ലെന്ന് ഭയന്ന് അവൻ നാട് വിടാൻ തീരുമാനിക്കുന്നു. അത് കണ്ട അനൂപ് അവനോട് ഞാനും അപ്പൂപ്പനും കാശിക്ക് പോവുകയാണ്, നീയും കൂടെ വന്നോളൂ എന്ന് പറയുമ്പോൾ അഭി അത് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി കാശിക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. കാശിക്ക് പോകുന്ന കാര്യം അപ്പൂപ്പൻ ഉറ്റ ചങ്ങാതി രവിമാമനോട് പറയുമ്പോൾ ഒറ്റക്ക് കാശിക്ക് പോവാൻ ആഗ്രഹിച്ചിട്ട് കുടുംബത്തോടൊപ്പം പോകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് രവിമാമൻ പറയുന്നു. കൂടെ ആളുള്ളതാണ് എൻ്റെ ടെൻഷൻ എന്ന് അപ്പൂപ്പൻ പറയുന്നു. അങ്ങനെ യാത്ര ആരംഭിക്കുന്നു. തീവണ്ടിയിലാണ് പോകുന്നത്. കാശി, വാരണാസി, ബനാറസ് എന്നിവിടങ്ങളിലെല്ലാം പോകാൻ അവർ തീരുമാനിക്കുന്നു. യാത്രക്കിടയിൽ ഓരോ സ്റ്റേഷനിലും ഇറങ്ങി ചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പാനിപ്പൂരി കഴിച്ച ചന്ദ്രന് വയറിന് അസുഖം പിടിപെടുന്നു. അതുകാരണം അയാൾ തീറ്റ നിർത്തുന്നു. ഒരു സ്റ്റേഷനിൽ ഒരു കൊച്ചു പയ്യൻ ചായയും കാപ്പിയും വിൽക്കുന്നത് കണ്ട ചന്ദ്രൻ ചായ വാങ്ങുന്നു. കുടിച്ചു നോക്കി കൊള്ളില്ലെന്ന് പറഞ്ഞ് തുപ്പിക്കളയുകയും കാപ്പി വാങ്ങുകയും ചെയ്യുന്നു. കാശ് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ തുപ്പിക്കളഞ്ഞ ചായയുടെയും കാപ്പിയുടെയും വില പറയുന്നു. എന്നാൽ ചന്ദ്രൻ ചായയുടെ വില കൊടുക്കാൻ തയ്യാറാവുന്നില്ല. 500 രൂപ നൽകി കാപ്പിയുടെ വിലയെടുത്ത് ബാക്കി തരാൻ പയ്യനോട് പറയുന്നു. എന്നാൽ പയ്യൻ ബാക്കി കൊടുക്കാതെ ഓടിക്കളയുന്നു. ചന്ദ്രൻ അവൻ്റെ പിന്നാലെ ഓടുന്നു. ആ സമയം ട്രെയിൻ എടുക്കുന്നു. രമ ചന്ദ്രനോട് ഓടി വരാൻ പറയുന്നു. ചന്ദ്രൻ ഓടിയെങ്കിലും ട്രെയിൻ സ്പീഡിലായിരുന്നു. രമയുടെ കയ്യിൽ പിടിച്ച് കയറാൻ ശ്രമിച്ച ചന്ദ്രൻ രമയെ കൂടി ട്രെയിനിൽ നിന്നും പുറത്തിറക്കുന്നു. അനൂപ് നോക്കുമ്പോൾ അമ്മ പറക്കുന്നതാണ് കാണുന്നത്. അവനും അഭിയും കൂടി ട്രെയിനിന് പുറത്തേക്ക് ചാടുന്നു. അച്ഛൻ്റെ ഈ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിൽ അനൂപിന് ദേഷ്യം വരുന്നു. അവൻ അച്ഛനെ വഴക്കു പറയുന്നു. അച്ഛനും മകനും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന് രമയും അവരോട് വഴക്കിടുന്നു. മാസ്റ്ററോട് വിവരം പറയുന്നു. സ്റ്റേഷൻ മാസ്റ്റർ അപ്പൂപ്പനെയും ബാഗുകളും അടുത്ത സ്റ്റേഷനിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അപ്പൂപ്പനെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കുന്നു. ഇനി കാശിക്ക് പോകണമെങ്കിൽ ബസ്സിന് പോകണമെന്ന് മനസ്സിലാക്കി അവർ യാത്ര തിരിക്കുന്നു. ആളുകളെ കുത്തി നിറച്ച ബസ്സായിരുന്നു അത്. അതിലുള്ള ആളുകളുടെ പെരുമാറ്റവും രീതികളുമെല്ലാം അറപ്പുളവാക്കുന്നതായിരുന്നു. സഹികെട്ട് അവർ ബസ്സിൽ നിന്നും ഇറങ്ങുന്നു. അവിടെയാണെങ്കിൽ അവർക്ക് വണ്ടികളൊന്നും നിർത്തിയില്ല. അങ്ങനെ അവർ കുറേ നേരം അവിടെയിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ ഒരു അള്ളുണ്ടാക്കി അഭിക്ക് നൽകുന്നു. അഭി അത് റോഡിലിട്ട് കാത്തിരിക്കുന്നു. കുറേ വണ്ടികൾ അതിൽ കയറാതെ കടന്നുപോയി. അടുത്ത ഒരു വണ്ടി അള്ളിനു തൊട്ടു മുന്നിൽ നിന്നു. എല്ലാവരെയും വണ്ടിയിൽ കയറ്റണമെങ്കിൽ ഓരോരുത്തർക്കും 500 രൂപ തരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ അവർ അത് സമ്മതിക്കുന്നു. എല്ലാവരും വണ്ടിയിൽ കയറുന്നു. ഭാഗ്യത്തിന് വണ്ടി അള്ളിൽ കയറാതെ രക്ഷപ്പെടുന്നു. ആ വണ്ടിയുടെ പിന്നാലെ വന്ന വണ്ടി അള്ളിൽ കയറി ടയർ കേടാവുന്നു. അവർ യാത്ര തുടരവേ ഒരു സ്ഥലത്ത് പോലീസ് ചെക്കിംഗ് നടക്കുന്നത് കാണുന്നു. പോലീസ് ചോദിക്കുമ്പോൾ വണ്ടിയിലുള്ളത് ബന്ധുക്കളാണെന്ന് ഡ്രൈവർ പറയുന്നു. എന്നാൽ പോലീസിന് സംശയം തോന്നുന്നു. അത് മനസ്സിലാക്കിയ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്കുന്നു. വണ്ടിയിലുള്ളവർ നിലവിളിച്ചിട്ടും അയാൾ വണ്ടി മറ്റേതോ വഴിയിലേക്ക് വിടുന്നു. എന്നാൽ അനൂപ് പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുന്നു. ദേഷ്യം വന്ന ഡ്രൈവർ അവരെ വഴക്കു പറയുകയും അഭിയെ തല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും പെരുവഴിയിലാവുന്നു. അവർ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവർക്കൊരു ബസ് കിട്ടുന്നു. ആ സമയത്താണ് രവിമാമൻ്റെ മരണവാർത്ത അറിയുന്നത്. അത് കേട്ട അപ്പൂപ്പൻ വളരെയധികം ദുഃഖിക്കുന്നു. സന്തോഷത്തോടെ തന്നെ യാത്രയാക്കിയതാണ് തൻ്റെ ഉറ്റ കൂട്ടുകാരൻ. ആ മരണം അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. അവർ വാരണാസിയിലെത്തുന്നു. രാത്രിയായതിനാൽ അവിടെ മുറിയെടുത്ത് താമസിക്കുന്നു. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അപ്പൂപ്പനെ കാണുന്നില്ല. റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ പുലർച്ചെ 3 മണിക്ക് സ്വാമിമാരോടൊപ്പം പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ചെക്ക് പോസ്റ്റിൽ വെച്ച് കണ്ട പോലീസ് ഇവരെ കാണുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അയാൾ ഞങ്ങളെ പറ്റിച്ചതാണ്, ഞങ്ങൾക്ക് അയാളെ അറിയില്ല എന്നെല്ലാം അവർ പറയുന്നു.
പോലീസ് ഉദ്യോഗസ്ഥ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളുമാണെങ്കിൽ അച്ഛൻ മകൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയുന്നു. ചന്ദ്രൻ അനൂപിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ചന്ദ്രൻ്റെ നമ്പർ അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം രമ തൻ്റെ ഫോണിലുണ്ടായിരുന്ന പഴയ ഒരു ഫാമിലി ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരെ വിടുന്നു. വീണ്ടും അപ്പൂപ്പനെ തേടിയിറങ്ങുന്നു. ഗംഗാനദിയുടെ അടുത്ത് ചെന്ന് അപ്പൂപ്പനെ കാണാനില്ലെന്ന കാര്യം അനൗൺസ് ചെയ്യുന്നു. അവിടെ വെച്ച് പ്രമോദ് എന്നയാളെ പരിചയപ്പെടുന്നു. പ്രമോദ് മലയാളിയും അനൂപ് ഡബ്ബ് ചെയ്യുന്ന ഹിന്ദി സീരിയൽ കാണുന്നയാളും ആയിരുന്നു. സീരിയൽ കാണുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അനൂപിൻ്റെ ശബ്ദത്തിനോട് ആരാധനയുണ്ടായിരുന്നു. പ്രമോദിൻ്റെ സഹായത്തോടെ അവർ അപ്പൂപ്പനെ അന്വേഷിക്കുന്നു. ഒരു സ്ഥലത്ത് ജനാർദ്ദനൻ എന്നയാൾ ഉണ്ടെന്നറിഞ്ഞ് പ്രമോദ് ചെന്ന് ആളെ കണ്ടെത്തുന്നു. എന്നാൽ അത് അപ്പൂപ്പനായിരുന്നില്ല. അപ്പൂപ്പനെ കാണാഞ്ഞ് അവർ ആകെ നിരാശരാകുന്നു. അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ നോക്കാത്തതിലും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിലും ജോലിക്ക് പോകാത്തതിലും അനൂപ് അച്ഛനോട് വഴക്കിടുന്നു. പ്രസ് വെറുതെ കിടന്നു നശിക്കുന്നതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. പ്രസ് താൻ വിൽക്കുകയാണെന്നും അത് വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾ എടുത്തോ എന്നും ചന്ദ്രൻ പറയുന്നു. വീണ്ടും അപ്പൂപ്പനെ തിരഞ്ഞു നടക്കുന്നു. അതിനിടയിൽ അനൂപ് ചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ദേഷ്യം മാറുന്നു. അപ്പൂപ്പനെ എല്ലായിടത്തും തേടിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനൂപ് അവസാനം ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹത്തെയാണ് ഞങ്ങൾ നേരത്തെ ദഹിപ്പിച്ചതെന്ന് അയാൾ പറയുന്നു. ആകെ തളർന്ന അനൂപ് അപ്പൂപ്പൻ്റേതുപോലത്തെ ചെരുപ്പ് കണ്ട് പൊട്ടിക്കരയുന്നു. ഈ സമയം അപ്പൂപ്പൻ നാട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയ അപ്പൂപ്പൻ രവിമാമനെ കാണാനുള്ള ജനലിനരികിൽ ചെന്ന് നിൽക്കുന്നു. അപ്പൂപ്പൻ മരണപ്പെട്ടു എന്ന് കരുതി എല്ലാവരും സങ്കടപ്പെടുന്നു. അങ്ങനെ കർമ്മം ചെയ്യാനായി ചന്ദ്രൻ മുടിയൊക്കെ മുറിക്കുന്നു. കർമ്മം ചെയ്യുന്നതിനിടയിൽ അപ്പൂപ്പൻ വീട്ടിലുണ്ടെന്ന വിവരം ചാക്കോ അനൂപിനെ വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അപ്പൂപ്പനെ കാണുന്നില്ല. ചാക്കോയോട് ചോദിച്ചപ്പോൾ അപ്പൂപ്പന് രാവിലെ കഞ്ഞി കൊടുത്തതാണ്, അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സമയം രവിമാമൻ്റെ മകൻ അപ്പൂപ്പൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ചിതാഭസ്മം ചോദിച്ചെന്നും താൻ അത് കൊടുത്തുവിട്ടെന്നും പറയുന്നു. അപ്പൂപ്പൻ കാശിയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പൂപ്പൻ ട്രെയിനിലുണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അപ്പൂപ്പൻ ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല. നിങ്ങൾക്കാർക്കും യാത്ര ചെയ്യാൻ അറിയില്ല, അതിനാൽ ഞാൻ ഒറ്റയ്ക്ക് കാശിക്ക് പോകുമെന്ന് അപ്പൂപ്പൻ പറയുന്നു. അപ്പൂപ്പനെ ഒറ്റയ്ക്ക് വിടാൻ മടിച്ച് എല്ലാവരും ട്രെയിനിൽ കയറുന്നു. ഒരു കല്യാണം മുടങ്ങിയതിൻ്റെ കാരണം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അവർ പറയുന്നു. അനഘയ്ക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല, നമ്മളത് മനസ്സിലാക്കിയില്ല എന്ന് അനൂപ് പറയുമ്പോൾ നീയാണത് മനസ്സിലാക്കാത്തത് എന്ന് രമ പറയുന്നു. അനഘ രമയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ സമയം TTR വന്ന് ടിക്കറ്റില്ലാത്ത കാരണത്താൽ 4 പേരെയും ട്രെയിനിൽ നിന്ന് ഇറക്കിവിടുന്നു. അപ്പൂപ്പൻ ഒറ്റയ്ക്ക് കൂട്ടുകാരൻ്റെ ചിതാഭസ്മവുമായി കാശിക്ക് യാത്ര പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. അവതരണം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. താങ്ക് യു.